യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, എനിക്ക് വളരെ ആകർഷകമായി, വളരെ പ്രയോജനപ്രദമായി, വളരെ ആത്മീയമായി അനുഭവപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന ഈശോയുടെ തിരുമുഖത്തോടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഞാൻ പരിചയപ്പെടുത്തുന്നതിന് ഇടയാക്കിയ ഒരാത്മീയ ചിന്ത, നമ്മൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന സത്യങ്ങളുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഈശോയുടെ തിരുമുഖം ദിവ്യകാരുണ്യം തന്നെയാണ്. ദിവ്യകാരുണ്യമാണ്, പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ എല്ലാ ആരാധനകരുടെയും പൂർണ്ണതയും അതിൻ്റെ സമ്മിറ്റ് എന്ന് വിളിക്കാവുന്ന യാഥാർത്ഥ്യവും. അതുകൊണ്ട് തന്നെ ഈ ഈശോയുടെ തിരുമുഖത്തോടുള്ള പ്രാർത്ഥന, ഹോളി ഫേസ് പ്രയർ, അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന ഈശോ വെളിപ്പെടുത്തിയത്, സഭയിൽ പ്രചാരത്തിലായത്, ലോകം മുഴുവനിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രാർത്ഥന എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ദിവ്യകാരുണ്യ ആരാധനയിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇത് ദൈവകരുണയുടെ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഈ പ്രാർത്ഥന കുറേ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടപ്പോൾ, ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് വളരെ ഉയർന്ന ഒരു ആത്മീയ അനുഭവം സമ്മാനിക്കുകയും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അത് വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഞാൻ പറയുന്ന വചന വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഈ പ്രാർത്ഥന പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക. ഈ പ്രാർത്ഥനയുടെ പേര് ഹോളി ഫേസ് പ്രയർ എന്നാണ്. ഹോളി ഫേസ് ചാപ്ലറ്റ്, ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാല എന്നൊക്കെ ഇതിനെ വിളിക്കാം. ഈ പ്രാർത്ഥന ചൊല്ലേണ്ട വിധം ഞാൻ വിശദീകരിക്കുകയും ഞാൻ ചൊല്ലുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലാൻ പഠിക്കുക. ഇത് ചൊല്ലുന്നതിന് സഹായകരമായ ഒരു ജപമാലയുണ്ട്. അത് ഈ ജപമാലയാണ്. നമ്മൾ സാധാരണ കാണുന്ന ജപമാലയിലുള്ള അത്രയും മണികൾ ഇതിനകത്തില്ല. ഇതിലുള്ളത്, ഞാൻ എൻ്റെ കയ്യിലുള്ള ജപമാലയിൽ കുരിശ് തൂങ്ങിക്കിടക്കുന്ന ആ ഭാഗത്ത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു മെഡലാണ്. പിന്നെ ഒരു 3 മണികളുണ്ട്. പിന്നെ നമ്മൾ മറ്റ് ജപമാലകളിൽ കാണുന്ന പോലെ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്നത് പോലെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരു മണി, പിന്നെ 6 മണികൾ, വീണ്ടും 1 മണി, പിന്നെ 6 മണി, 1 മണി, 6 മണി, അങ്ങനെയാണിത്. 1, 2, 3, 4, 5 ഭാഗങ്ങളായിട്ടാണ്. ഇതിനിടയ്ക്ക് 6 വലിയ മണികളുമുണ്ട്, 3 ചെറിയ മണികളുമുണ്ട്. നിങ്ങൾ പരിഭ്രമിക്കേണ്ട, ഞാൻ എങ്ങനെയാണിത് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഈ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് ഈശോയുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ്. അതായത് ഈ പ്രാർത്ഥനയുടെ പിന്നിലെ ആത്മീയത ഞാൻ ആദ്യം പറയാം. ഈശോയുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഈശോ അനുഭവിച്ച വേദനയെ ധ്യാനിച്ചുകൊണ്ട്, അതിനെ ബഹുമാനിച്ചുകൊണ്ട്, ഈശോയുടെ തിരുമുഖത്ത് ഈശോ ഏറ്റ അപമാനങ്ങളെ ഓർത്ത് ധ്യാനിച്ച് അതിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ആ തിരുമുഖത്തിന് നേരെ ഏറ്റ അപമാനങ്ങൾക്ക് പരിഹാരമായി നമ്മൾ ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച് ഈശോയെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണിത്. അപ്പോൾ അത് നമ്മൾ കുരിശ് വരച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇതിനുശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന എങ്ങനെയാണ്? ഓ ദൈവമേ, എൻ്റെ സഹായത്തിന് എഴുന്നള്ളി വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഇത്രയും ചൊല്ലിയതിന് ശേഷം നമ്മൾ ജപമാലയിലെ രഹസ്യങ്ങൾ ചൊല്ലുന്നത് പോലെ 5 കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, 5 ഭാഗങ്ങളായി. അപ്പോൾ ഈ 5 ഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈശോയുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം, പിന്നീട് ഈ ആമുഖ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചൊല്ലുന്നത് ഇങ്ങനെയാണ്: ഈശോയുടെ സ്പർശനേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സെൻസ് ഓഫ് ടച്ച്,
ഈശോയുടെ സ്പർശനേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത്, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇനി ഈ 6 മുത്തുകളിലാണ് അടുത്ത പ്രാർത്ഥന വരുന്നത്. ആ 6 മുത്തുകളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഓർക്കണം, 6 പ്രാവശ്യമാണിത്. അതാണ് ഈ 6 മണികൾ. അപ്പോൾ ഈ പ്രാർത്ഥന എന്താണ്? ഇത് 68-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യുമ്പോൾ എക്സോർസിസ്റ്റുകൾ ചൊല്ലുന്ന ഔദ്യോഗിക പ്രാർത്ഥനയിൽ ഉദ്ധരിക്കപ്പെടുന്ന സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങളാണിത്. ഇത് പൈശാചിക ശക്തികൾക്ക് ഭയം ജനിപ്പിക്കുന്ന തിരുവചനമാണ്. അതാണ് നമ്മൾ ചൊല്ലുന്നത്. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഇത് 6 പ്രാവശ്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈശോയുടെ സ്പർശനേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട്, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അതിനുശേഷം ഈ 6 പ്രാവശ്യം കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഇനി നമ്മൾ 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈശോയുടെ ശ്രവണേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സെൻസ് ഓഫ് ഹിയറിംഗ്, ശ്രവണേന്ദ്രിയം. അതിനുശേഷം നമ്മൾ നേരത്തെ ചൊല്ലിയതുപോലെ തന്നെ, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിന്നെ നേരത്തെ ചൊല്ലിയ പോലെ ഈ 6 മണികളിൽ കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഇനി നമ്മൾ 3ാം ഭാഗത്തിലേക്ക് കടക്കും. 3ാം ഭാഗത്ത് നമ്മൾ ഈശോയുടെ ദർശനേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സെൻസ് ഓഫ് സൈറ്റ്, ദർശനേന്ദ്രിയത്തെ, കാഴ്ചയെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വീണ്ടും, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിന്നെ 6 മണികളിൽ കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ എന്ന പ്രാർത്ഥന. വീണ്ടും 4ാം ഭാഗം, 4ാമത്തെ രഹസ്യം, ഈശോയുടെ ഘ്രാണേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് സ്മെൽ, ഈശോയുടെ ഘ്രാണേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നേരത്തെ പോലെ തന്നെ, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിന്നെ കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ. 5ാമത്തെ രഹസ്യത്തിലേക്ക് വരുമ്പോൾ, ഈശോയുടെ രുചിയേന്ദ്രിയത്തെ, സെൻസ് ഓഫ് ടേസ്റ്റ്, രുചി ഇന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നേരത്തെ പോലെ തന്നെ, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിന്നെ 6 മണികളിൽ കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥന. ഇത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മളിങ്ങനെ ചൊല്ലും: എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി ഒരു 3 മണികൾ അവശേഷിച്ചിട്ടുണ്ട്. അത് ഈശോയുടെ 3 വർഷത്തെ പരസ്യ ജീവിതത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ 3 വർഷത്തെ പരസ്യ ജീവിതത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നമ്മൾ ചൊല്ലേണ്ടത്: കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. അങ്ങനെ 3 പ്രാവശ്യം കൂടി ചൊല്ലിക്കഴിയുമ്പോൾ ഈ മണികളിലുള്ള പ്രാർത്ഥനകൾ അവസാനിക്കുന്നു. ഇനി അതിൻ്റെ സമാപനത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്. സമാപനത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന: ദൈവമേ, ഞങ്ങളുടെ സംരക്ഷകനെ, ഞങ്ങളെ നോക്കണമേ, അങ്ങയുടെ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തെ കടാക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സംരക്ഷകനെ, ഞങ്ങളെ നോക്കണമേ, അങ്ങയുടെ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തെ കടാക്ഷിക്കണമേ. ഇനി 2 പ്രാർത്ഥനകൾ കൂടി, അത് ഓപ്ഷണലാണ്, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. തിരുമുഖത്തോടുള്ള 2 പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൂടി ഞാൻ ചൊല്ലാറുണ്ട്, അതുകൂടി ഞാൻ പറയുകയാണ്. നിത്യനായ പിതാവേ,
മഹാപാപങ്ങളാൽ അങ്ങയുടെ മുൻപാകെ വിരൂപരായി നിൽക്കുന്ന ഈ ഞങ്ങളിൽ നിന്ന് അങ്ങയുടെ കോപദൃഷ്ടി മാറ്റണമേ. അതിന് പകരം അങ്ങ് പ്രസാദിച്ചിരിക്കുന്ന അങ്ങയുടെ പ്രിയപുത്രൻ്റെ തിരുമുഖത്തെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ നാളുകളിലെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും പരിഹാരമായും ഞങ്ങൾക്കെതിരെയുള്ള അങ്ങയുടെ നീതിപൂർവകമായ ക്രോധം ശമിപ്പിക്കാനുമായി അപമാനത്താൽ മൂടപ്പെട്ടതും രക്തം കട്ടപിടിച്ച് വിരൂപമാക്കപ്പെട്ടതുമായ ഈശോയുടെ തിരുമുഖത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ അങ്ങയുടെ ദിവ്യപുത്രൻ തൻ്റെ അവയവങ്ങളായ മനുഷ്യരുടെ എല്ലാ പാപങ്ങളും സ്വന്തം ശിരസിൽ ഏറ്റെടുത്തതിനാൽ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് നിത്യനായ പിതാവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്. നിത്യനായ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി രക്തവും വിയർപ്പും പൊടിയും തുപ്പലും കൊണ്ട് നിറഞ്ഞ ഈശോയുടെ തിരുമുഖത്തെ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഇത്രയാണ് ഈ പ്രാർത്ഥന. നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലി ലോകം മുഴുവനുമുള്ള എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ പൂർവികരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അത്ഭുതകരമായ ഒരു ആത്മീയ വളർച്ച നമുക്കുണ്ടാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ തൊട്ടടുത്ത് ദിവ്യകാരുണ്യ ചാപ്പലുകളുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ദിവ്യകാരുണ്യമാകുന്ന ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത് വലിയ അനുഗ്രഹമാണ്. ഇനി അടുത്ത ആരാധന ചാപ്പലുകളില്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലോ യാത്ര ചെയ്യുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വീടുകളിൽ ഈശോയുടെ ഹോളി ഫേസ് അത് ഗൂഗിൾ ചെയ്താൽ മതി. ഈശോയുടെ മുഖം വ്യക്തമായി കാണാവുന്ന ഏതെങ്കിലുമൊക്കെ പിക്ചറുകൾ, ഫോട്ടോ വെച്ച് ഈശോയുടെ തിരുമുഖത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ്. ദിവ്യകാരുണ്യ ആരാധനയാണ് ഏറ്റവും നല്ല ഈ തരത്തിലുള്ള പ്രാർത്ഥന. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മലയാളം അറിയാത്തവർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഇതുപോലെ ഒരു വീഡിയോ കൂടി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കേണ്ടവർക്ക് ആ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ചൊല്ലാനും സഹായിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക, പരമാവധി പ്രചരിപ്പിക്കുക. അതായത് ഒരു 25 ലക്ഷം ആളുകളിലേക്ക് ഈ പ്രാർത്ഥന എത്തുന്ന വിധത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. വ്യത്യസ്തങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ യൂട്യൂബിൽ, വാട്സപ്പിൽ, നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പുകളിൽ എല്ലാം ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് നമുക്ക് ഈസ്റ്ററിന് മുമ്പ് അനേക പ്രാവശ്യം ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചും ധ്യാനിച്ചും ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. My dear brothers and sisters in our Lord Jesus Christ, I'm really happy today to introduce a very beautiful prayer which is known as the Holy Face Chaplet, the Holy Face Prayer. So this is a wonderful prayer, and I thought of introducing this prayer to you because when I was introduced to this prayer and I was reciting this prayer, I was feeling immense spiritual joy, and that has tremendously influenced my prayer life. And this is a wonderful prayer. It's a devotion to the Holy Face, and it's an approved prayer in the Catholic Church. And this prayer is directed to the Holy Face. You know, what is the Holy Face of Jesus Christ? It is a blessed sacrament. In the blessed sacrament, adoring the blessed sacrament, we are actually adoring the Holy Face of Jesus Christ. So you can pray this prayer while you are attending a Eucharistic adoration, or in private you can pray this prayer. This is a beautiful prayer. So to pray this, we have a Holy Face Rosary, and I don't know whether this is available to you, but if you are able to make one, that will be good, and you can share it to your friends also. So it has the Holy Face medal and 3 beads, and we begin not from here, this bead, but we begin from here. So to begin, we make the sign of the cross and pray. O God, come to my assistance. O Lord, make haste to help me. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, the world without end. Amen. You see, when we make this prayer for every mystery, we have 5 mysteries. We are reciting these mysteries
venerating and respecting and adoring every sense of Jesus Christ. His 5 senses are being venerated and adored. So we begin this prayer like this. In honor of the sense of touch of Jesus, we pray, my Jesus, mercy. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, the world without end. Amen. Then, in all these 6 beads, we pray, arise, O Lord, and let thy enemies be scattered, and let them that hate thee flee from before thy face. Arise, O Lord, and let thy enemies be scattered, and let them that hate thee flee from before thy face. Arise, O Lord, and let thy enemies be scattered, and let them that hate thee flee from before thy face. Like that we pray 6 beads, 6 times. Then we move on to the second, venerating the second sense of Jesus. In honor of the sense of hearing of Jesus, we pray, my Jesus, mercy. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, the world without end. Amen. Then 6 beads. Arise, O Lord, and let thy enemies be scattered, and let them that hate thee flee from before thy face. 6 times. Then we move on to the third sense of Jesus. In honor of the sense of sight of Jesus, we pray, my Jesus, mercy. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, the world without end. Amen. Then 6 beads. Arise, O Lord, that and let thy enemies be scattered. 6 times. Then move on to the fourth sense of Jesus. In honor of the sense of smell of Jesus, we pray, my Jesus, mercy, followed by glory be to the Father. Then 6 beads. Arise, O Lord, and let thy enemies be scattered. Let them that hate thee flee from before thy face. Then we come to the last mystery. In honor of the sense of taste of Jesus, we pray, my Jesus, mercy, followed by glory be to the Father. Then 6 beads. Arise, O Lord, and let thy enemies be scattered. Let them that hate thee flee from before thy face. Then the beads are over. Then finally, we close this prayer by saying, my Jesus, mercy, followed by glory be to the Father. Then we have 3 beads remaining. That is, in honor of the public life of Jesus. In honor of the 3 years of the public life of Jesus, we say, arise, O Lord, and let thy enemies be scattered, and let them that hate thee flee from before thy face, 3 times. And we have a final concluding prayer. Concluding prayer is this: God, our protector, look on us and look on the face of thy Christ. So this is the prayer. And I add 2 more prayers when I pray. And that prayer is like this: Eternal Father, turn away your angry gaze from our guilty people, whose face has become unsightly in your eyes. Look instead upon the face of your beloved Son, in whom you are well pleased. We now offer you this holy face, covered with shame and disfigured by bloody bruises, in reparation for the crimes of our age, in order to appease your anger, justly provoked against us. Because your divine Son, our Redeemer, has taken upon his head all the sins of his members, that they might be spared. We now beg you, Eternal Father, to grant us mercy. Amen. Then one more prayer. Eternal Father, we offer you the holy face of Jesus, covered with blood, sweat, dust, and spittle, in reparation for our sins and the sins of the whole world. This is a fantastic prayer, and I urge all of you, encourage all of you to share this prayer to all your friends and relatives, and make some 25 lakhs people be benefited from this prayer. And I urge you and I request all of you to share this prayer maximum. God bless you all. Blessed be the day, in the name of the Lord Jesus Christ. Amen.